Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ COA ഭവനിൽ വെച്ച് നടന്നു. മലപ്പുറത്ത് വെച്ച് നടക്കുന്ന 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് പ്രസാദ് PP പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. മൻസൂർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യത്തെ ഒരു പ്രതിരോധം BSNL-നെതിരായിട്ട് ആരംഭിക്കുന്നത് അവിടുന്നാണ്. അങ്ങനെയാണ് നമ്മൾ പൊതു ഇടങ്ങളിൽ നമുക്കും കെട്ടാമെന്നുള്ള രീതിയിൽ വന്നു. പിന്നീട് 92 കേരളത്തിലെ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഏഷ്യാനെറ്റ്. അതിനുള്ള അനുമതി സർക്കാർ നൽകുകയാണ്. അവിടെ വീണ്ടും നമ്മൾ ഗവൺമെന്റിനെ സമീപിച്ചു. അതിന് ഗവൺമെന്റ് നമുക്ക് അംഗീകാരം തരാത്ത അവസ്ഥ ഉണ്ടായി. അവിടെയും നമ്മൾ പൊതു കൂട്ടായ്മയിലൂടെ നമ്മൾ കോടതിയൊക്കെ സമീപിച്ചുകൊണ്ടാണ് നമുക്ക് അതിനുള്ള അംഗീകാരവും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഒരു സംഘടന വേണം. പ്രസാദ് PP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ ദീപു MV സ്വാഗതം ആശംസിച്ചു. മേഖലയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി രാജൻ KV അവതരിപ്പിച്ചു. പ്രദീപൻ CK, ജസ്റ്റിൻ ഫ്രാങ്കോ, M. രജീഷ് എന്നിവർ യഥാക്രമം വരവ് ചെലവ് കണക്ക്, ഓഡിറ്റ് റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു. സംസ്ഥാന ജില്ലാ തലങ്ങളിലെ പ്രമുഖ നേതാക്കളായ വിജയകൃഷ്ണൻ K, പ്രജീഷ ചാണ്ടി, അനിൽ മംഗലത്ത്, സജീവ് കുമാർ K, NK ദിനേശൻ, ജയകൃഷ്ണൻ V, AV ശശികുമാർ, പ്രദീപ് കുമാർ, ശശികുമാർ P തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകളും മറുപടി പ്രസംഗങ്ങളും പ്രമേയാവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംഘടനയുടെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം. ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലും മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനും യാത്രക്കാർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി വിഭാവനം ചെയ്ത പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പദ്ധതി അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം അധികൃതരോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി PP പ്രസാദ് സെക്രട്ടറി, KV രാജൻ പ്രസിഡന്റ്, ഗോപിനാഥ് VP ട്രഷറർ, കലേഷ് കുമാർ VA വൈസ് പ്രസിഡന്റ്, ജയകൃഷ്ണൻ K ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതകഥയെ പ്രമേയമാക്കി R. ഉണ്ണിമാധവൻ എഴുതിയ നോവൽ ചേയ കാലം തെറ്റിപ്പിറന്ന കൃതിയല്ല, കാലം സൃഷ്ടിച്ചെടുത്ത കൃതിയാണ് എന്ന് ചരിത്രകാരൻ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ അഭിപ്രായപ്പെട്ടു. എതിർദിശ സാഹിത്യവേദി സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. പലതരത്തിലുള്ള നോവലുകൾ ഈ രീതിയിലെ ക്ലാസിഫിക്കേഷൻ അപ്പുറത്തേക്ക് പുതിയ രീതിയിലൊരു ക്ലാസിഫിക്കേഷൻ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നോവൽ വളർന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിനെ എങ്ങനെ വിളിക്കണം എന്ന് എനിക്കറിയില്ല. വിനോദ് മാസ്റ്റർക്ക് അറിയായിരിക്കും. ആലോബയോഗ്രഫിക്കൽ എന്നൊക്കെ പറയുന്നത്
പാഠങ്ങൾ സാഹിത്യ ക്ലാസ്സുകളിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് കാണാം. വ്യക്തിയുടെ അനുഭവങ്ങൾ സമഷ്ടിയുടെ അനുഭവങ്ങളായി മാറുന്നതും അതിനെ പരസ്പരം നെഗോഷിയേഷനിലൂടെ പുതിയ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. സ്വാമി ആനന്ദതീർത്ഥന്റെ ഇതിഹാസമാനമാർന്ന ജീവിതകഥയെ പ്രമേയമാക്കി ആർ ഉണ്ണിമാധവൻ എഴുതിയ നോവൽ ചേയ കാലം തെറ്റിപ്പിറന്ന കൃതിയല്ല, കാലം സൃഷ്ടിച്ചെടുത്ത കൃതിയാണ് എന്ന് ചരിത്രകാരൻ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ അഭിപ്രായപ്പെട്ടു. എതിർദിശ സാഹിത്യവേദി സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. തന്റെ കാലത്തെ മറ്റു പല സമൂഹ പരിഷ്കർത്താക്കളെയും പോലെ ജാതിയെ കേന്ദ്രീകരിച്ചുള്ള സ്വത്വവാദപരമായ പ്രവർത്തനങ്ങളിൽ തറഞ്ഞു നിന്നില്ല എന്നതുകൊണ്ടാകാം നവോത്ഥാന നായകൻ എന്ന നിലയിൽ അർഹിക്കുന്ന അംഗീകാരം ആനന്ദതീർത്ഥന് ലഭിക്കാതെ പോയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമിയുടെ വ്യക്തിത്വത്തെ സമഗ്രമായും ആനുഭൂതികമായും ആവിഷ്കരിക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ദിനേശൻ നിരീക്ഷിച്ചു. എതിർദിശ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നോവലിലെ ഒരു കഥാപാത്രം കൂടിയായ രഘു തായത്തുവയൽ, TV ഉണ്ണികൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചു. ചരിത്രം എപ്പോഴും തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നും ശിരസിയും പിതൃനാരസ്യനും ഉൾപ്പെടെയുള്ള തന്റെ നോവലുകളുടെ സ്വാഭാവികമായ തുടർച്ച എന്ന നിലയിലാണ് ആനന്ദതീർത്ഥനെ കേന്ദ്രമാക്കിയുള്ള ഒരു നോവലിലേക്ക് എത്തിയതെന്നും ഗ്രന്ഥകാരൻ ഉണ്ണിമാധവൻ വിശദീകരിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 2ാം പതിപ്പിലേക്ക് കടന്ന ചേയ നോവലിന്റെ പ്രസാധകർ മാതൃഭൂമി ബുക്സ് ആണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. എടാട്ട് മഞ്ചാടി സ്വയം സഹായ സംഘം കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ M. വിജിൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടാട്ട് മഞ്ചാടി സ്വയം സഹായ സംഘം കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ M. വിജിൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ 3 പഞ്ചായത്ത് 25 ഏക്കർ നമ്മൾ കണ്ടെത്തി കർഷകരെ അതൊരു വലിയ വിജയമായി. ആ വിജയത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ കാർഷിക രംഗത്തെ പുരസ്കാരം ജൈവ കാർഷിക മണ്ഡലം എന്ന അവാർഡ് 2023 കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചു. അങ്ങനെ നിരവധി ശ്രദ്ധേയമായ രീതിയിലേക്ക് കേരളത്തിലെ അവാർഡ് ലഭിച്ചതിന് ശേഷം കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം പ്രധാന സ്റ്റോറിയായി കല്യാശ്ശേരിയുടെ കുറുന്തോട്ടിയുടെ ഒരു മാതൃകയെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ ഇന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ അതിന്റെ വാർത്തയുണ്ട്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷനായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 3 ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന കൃഷി വകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാൻ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അടുക്കാടൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു MB, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി C, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ K, വാർഡ് മെമ്പർമാരായ പ്രസീദ, താജുദ്ദീൻ T, കുഞ്ഞിമംഗലം കൃഷി ഓഫീസർ അമിത സിസിൽ, കൃഷി അസിസ്റ്റന്റ് ജുമൈല A എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, കേര സമിതി അംഗങ്ങൾ, പാടശേഖര പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ ശിവക്ഷേത്രകുളം നവീകരണം പാതി വഴിയിൽ പണി നിലച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ജലസ്രോതസ്സിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ കാടുമൂടി കിടപ്പാണ്. 2 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന കരിവെള്ളൂർ ശിവക്ഷേത്രകുളം നവീകരണം നിലച്ചിട്ട് 1 പതിറ്റാണ്ട് കഴിയുന്നു. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന നവീകരണ ജോലികൾ ക്ഷേത്ര നവീകരണ സമിതിക്ക് ഒറ്റയ്ക്കേറ്റെടുത്ത് നടത്താൻ കഴിയാതെ വന്നതോടെയാണ് പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ചത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിലൊന്നാണ് കരിവെള്ളൂർ ശിവക്ഷേത്രകുളം. കുളത്തിന്റെ ഏറ്റവും അടിഭാഗത്തെ സ്ഥലത്തിനു മാത്രം 45 സെന്റ് വിസ്തീർണമുണ്ട്. കാലപ്പഴക്കം മൂലം കുളത്തിന്റെ 4 ഭാഗത്തെയും കൽപ്പടവുകൾ പൂർണ്ണമായും ഇളകിയ നിലയിലായിരുന്നു. 2004 ക്ഷേത്ര നവീകരണ സമിതി പ്രവർത്തനം തുടങ്ങി. 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 2 ഭാഗത്തെ കൽപ്പടവുകൾ നന്നാക്കിയിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് 50,000 രൂപയല്ലാതെ മറ്റൊരു സഹായവും ലഭിക്കുകയുണ്ടായില്ല. നവീകരണം പൂർത്തിയാക്കുന്നതിനായി 2015 ജലസേചന വകുപ്പിന് ക്ഷേത്രം അധികൃതർ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1,20,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് കണക്കാക്കി സർക്കാരിന് സമർപ്പിച്ചു. അപ്പോഴേക്കും നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു.
പിന്നീട് കൃഷിമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല. കടുത്ത വേനലിൽ പഞ്ചായത്തിലെ മറ്റു കുളങ്ങൾ വറ്റിവരളുമ്പോഴും ഈ കുളത്തിൽ 1.5 അടിയോളം വെള്ളമുണ്ടാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ സമീപത്തെ കിണറുകളിലും ജലദൗർലഭ്യമില്ല. നന്നായി സംരക്ഷിച്ചാൽ കരിവെള്ളൂരിലെ ഏറ്റവും വലിയ ജലസംഭരണിയായി ശിവക്ഷേത്ര കുളത്തെ മാറ്റാൻ കഴിയും. ഇതിനായി അധികൃതരുടെ സഹായത്തിനായി കാത്തുനിൽക്കുകയാണ് ക്ഷേത്രം അധികൃതരും നാട്ടുകാരും. കരിവെള്ളൂര് ശ്രീ മഹാശിവക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം ജീർണാവസ്ഥയായിട്ട് വളരെ കാലമായി. കാലപ്പഴക്കം കൊണ്ടും അതിൻ്റെ മേലെയുള്ളതായ പരിപാലനം കുറഞ്ഞ ആയതുകൊണ്ടും അത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളൊരു 10 വർഷം മുമ്പേ അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി, ഞാൻ പ്രസിഡന്റും ഗോവിന്ദമ്പി സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ജീർണോദ്ധാരണം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആ കാലഘട്ടം ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസം വെള്ളം പറ്റുന്ന സമയത്താണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങി വലിയൊരു സംഖ്യ വേണ്ടി വരുന്നുള്ളതാണ് ഞങ്ങളെ കണക്കൂട്ടുണ്ടായത്. അപ്പോൾ ഏകദേശം കുറച്ച് പൈസയൊക്കെ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ ഫണ്ടിലുണ്ടായിരുന്നു. ആ പൈസ എടുത്തിട്ട് നമ്മൾ ഒരു ഏകദേശം 35 ലക്ഷം രൂപയോളം അതിനു വേണ്ടി ചിലവാക്കാൻ സാധിച്ചു. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുറേ ഭാഗം ഇടിഞ്ഞ് തുറന്ന് ജീർണാവസ്ഥയിലായ സ്ഥലം ഒക്കെ വൃത്തിയാക്കി ആ ഭാഗത്ത് കല്ല് കെട്ടി ഭംഗിയാക്കി പൂർവ്വസ്ഥിതിയിലേക്കാൾ നന്നായിട്ട് ആക്കി വെച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നവീകരിച്ച മണ്ടൂർ കുന്നുംബ്രം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച മണ്ടൂർ കുന്നുംബ്രം റോഡിന്റെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതി കൂടിയാണ് 25 ലക്ഷം രൂപയോളം വകയിരുത്തി കുന്നുംപുറം മണ്ടൂർ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് ഒരു പക്ഷേ എയുടെ അടക്കം നല്ല സഹകരണത്തോടു കൂടി തന്നെയാണ്. നമ്മുടെ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ സുദീർഘമായിട്ടുള്ള സേവനം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി. എം വി രവി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഗഫൂർ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ, CV ജിതിൻ രാജ്, P വിജയൻ, JB ജ്യോതി, AE അനിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തന്തവൈബ് പാട്ടിനു പിന്നാലെ വന്ന തള്ളവൈബ് പാട്ടിന് കാങ്കോലിൽ നിന്നൊരു ഹിറ്റ് വേർഷൻ. കാങ്കോൽ ALP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയപ്പോൾ പാട്ടിനൊപ്പം ആടിപ്പാടിയ കുട്ടികളുടെ വീഡിയോ ചിത്രത്തിന്റെ സംവിധായകനടക്കം ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. തന്തവൈബ് പാട്ടിന് പിന്നാലെ വന്ന തള്ളവൈബ് പാട്ടിന് കാങ്കോലിൽ നിന്നൊരു ഹിറ്റ് വേർഷൻ. കാങ്കോൽ ALP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ബസ്സിൽ വെച്ച പാട്ടിനൊപ്പം കുട്ടികൾ ആടിപ്പാടി തിമിർത്തു. ഈ വീഡിയോ നാട്ടിലെ ഗ്രൂപ്പുകളിലും വലിയ തരംഗമായി മാറി. പിന്നാലെ ചിത്രത്തിന്റെ സംവിധായകനടക്കം റീൽ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. കുട്ടികൾ മാത്രമല്ല, ടീച്ചർമാരും പുതിയ ട്രെൻഡിനൊപ്പം ചേർന്നു. റിലീസാകാൻ പോകുന്ന പ്രകമ്പനം എന്ന സിനിമയിലെ ഗാനമാണിത്. നേരത്തെ തന്തവൈബ് എന്നൊരു ഗാനം യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് തള്ളവൈബും വന്ന് കുട്ടികൾക്കിടയിൽ ചലനം സൃഷ്ടിച്ചിരിക്കുന്നത്. സാധാരണ പോലെ ഒരു പാട്ടായി അപ്പോൾ തോന്നിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രഥമാധ്യാപിക സ്മിത പറയുന്നു. നമ്മൾ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയി. അപ്പം ബസ്സിൽ ഒരുപാട് പാട്ടുകളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു തള്ളവൈബ് എന്നുള്ള പാട്ട് വെച്ചിരുന്നു. അപ്പം കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളും എല്ലാവരും നന്നായി ആസ്വദിച്ചുകൊണ്ട് പാടി ഡാൻസ് എല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അന്ന് അറിഞ്ഞത് അത് ഇറങ്ങാൻ പോകുന്ന പുതിയൊരു സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ആ സിനിമയിലെ എല്ലാ പ്രവർത്തകരും, സംവിധായകനടക്കമുള്ള എല്ലാ പ്രവർത്തകരും അത് ഏറ്റെടുത്ത് ഷെയർ ചെയ്ത് അപ്പോൾ അത് വൈറലായി. അപ്പോൾ നമ്മളെ മക്കളും അതിൽ ഉൾപ്പെട്ടതുകൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക പ്രസ്ഥാനമായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി പിലിക്കോട് കാലിക്കടവ് എരവിലിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം തുറന്നു. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കടവ് എരവിലെ 4.5 സെന്റ് ഭൂമിയിൽ KPSTA ഭവൻ 1 വർഷം കൊണ്ടാണ് ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത്. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്ന സർക്കാർ
ഏത് രീതിയിലൊക്കെ നമ്മളെ പേടിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ടെറ്റിന്റെ വിഷയത്തിൽ 2 ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു. ഒരാനുകൂല്യം വിരമിക്കാൻ 5 വർഷമുള്ളവർ ടെറ്റ് എഴുതണ്ട, അല്ല അങ്ങനല്ലേ? രണ്ടാമത്തെ ആനുകൂല്യം എന്താണ്? ഈ ടെറ്റ് പാസ്സാവാൻ 2 വർഷത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതിനേക്കാളും ഭീകരമായ രീതിയിൽ നമ്മുടെ സർക്കാർ 2026 നമുക്ക് തന്ന സമ്മാനം, 1-ാം തീയതി നമുക്ക് തന്ന സമ്മാനം വലിയ സമ്മാനമാണ്. ഉപജില്ലാ പ്രസിഡന്റ് എം പി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരള കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനുമായ എം പി ജോസഫ് മുഖ്യാതിഥിയായി. KPSTS സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് PT ബെന്നി, സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് T മധുസൂദനൻ, ട്രഷറർ P ശ്രീജ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ പ്രസിഡന്റ് KK സജിത്ത്, സെക്രട്ടറി കേശവൻ നമ്പൂതിരി, ചെറുവത്തൂർ ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അതിന്റെ പ്രവർത്തനം തുടങ്ങി. ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം കോച്ചിങ്ങിന്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന സെൽഫ് ഫിനാൻസിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സമരത്തിലേക്ക് 28 രാവിലെ 10 കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ സ്വാശ്രയ കോളേജ് സംരക്ഷണ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MPA റഹീം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന സെൽഫ് ഫിനാൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സമരത്തിലേക്ക് നീങ്ങുന്നു. കോളേജുകളെ തകർക്കാൻ ശ്രമം നടത്തുന്നതായി ആരോപിച്ച് ജനുവരി 28 രാവിലെ 10 മണിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ സ്വാശ്രയ കോളേജ് സംരക്ഷണ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് AP റഹീം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുക, അധ്യാപകർക്ക് റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുക, സ്റ്റാഫ് പ്രൊഫൈൽ അംഗീകരിക്കുക, യൂണിവേഴ്സിറ്റിയുടെ നിലവാരമുയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, പരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കുക, UG PG സംവിധാനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വാശ്രയ കോളേജ് സംരക്ഷണ ധർണ നടത്തുന്നത്. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരങ്ങൾ തുടരുമെന്നും പരിഹരിക്കാത്ത പക്ഷം നിയമപരമായി നേടിയെടുക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്നും MPA റഹീം അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 48 കോളേജുകളിൽ സന്ദർശനം നടത്തുന്ന ജാഥ ജനുവരി 24 വൈകിട്ട് വയനാട്ടിൽ സമാപിക്കും. U നാരായണൻ, സൽമാനുൽ ഫാരിസി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KPC MSA പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായുള്ള സംസ്ഥാനതല പരിപാടി വഞ്ചനാ ദിനമായി പയ്യന്നൂർ കോളേജിൽ നടന്നു. KPC MSA സംസ്ഥാന പ്രസിഡന്റ് KP ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മുഖം വളരെ വികൃതമാണ്. ഭരണതലത്തിലായാലും മറ്റെല്ലാ തലത്തിലായാലും ഈ രീതിയിൽ ജീവനക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് കേസിലൂടെയായാലും അല്ലെ സമരത്തിലൂടെയായാലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും. പല സമര രീതികളും അതിനുവേണ്ടി പ്രയോഗിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അവകാശമല്ലെന്ന കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് KPC MSA സംസ്ഥാന പ്രസിഡന്റ് KP ദിനേശൻ പറഞ്ഞു. വിലക്കയറ്റം മൂലം പൊതുജനങ്ങളോടൊപ്പം ജീവനക്കാരും ദൈനംദിന ചിലവുകൾ സഹിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പിടിച്ചുവെച്ച ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായുള്ള സംസ്ഥാനതല പരിപാടി വഞ്ചനാ ദിനമായി പയ്യന്നൂർ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP ദിനേശൻ. A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ യാസിൻ CH, പ്രശാന്ത് കോറോം, ദീപു പാണപ്പുഴ, NV ശ്രീനിവാസൻ, MPV രാജേഷ്, കലേഷ് TV, ദീപേഷ് V, സീന K, പ്രണവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മനോഹര കാഴ്ചകളുമായി നാടെങ്ങും മാവുകൾ പൂത്തു. ഇതോടെ ഇക്കൊല്ലം മാമ്പഴത്തിന്റെ സമൃദ്ധി നുണയാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഏറെ ആശങ്കകൾക്കൊടുവിൽ മനോഹര കാഴ്ചകളുമായി നാടെങ്ങും മാവുകൾ പൂത്തു. ഇതോടെ ഇക്കൊല്ലം മാമ്പഴത്തിന്റെ സമൃദ്ധി നുണയാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വൃശ്ചിക മാസത്തിലെ തണുപ്പിലാണ് സാധാരണ മാവുകൾ പൂക്കാറുള്ളത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ പലവിധ കാരണങ്ങളാലും ആ സമയത്ത് അപൂർവം മാവുകളെ പൂത്തിരുന്നുള്ളൂ. ഏറെ വൈകി മകരമാസത്തിലാണ് ഇക്കുറി മാവുകൾ പൂത്ത് മനസ്സ് നിറയ്ക്കുന്നത്. വഴിയോരങ്ങളിലും പറമ്പുകളിലുമൊക്കെ മാവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്നു. മാമ്പൂക്കൾ കവികളെയും ഏറെ പ്രചോദിപ്പിച്ച ഒന്നാണ്.
നേരത്തെ പൂത്തയിടങ്ങളിൽ കണ്ണിമാങ്ങകളും മാങ്ങകളും വരെയായി കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ കൂടി എത്തുന്നതോടെ ഇക്കുറി മാമ്പഴക്കാലം സമ്പന്നമായിരിക്കുമെന്നാണ് നിറഞ്ഞ പൂക്കൾ നൽകുന്ന സൂചന. വയ്യാണെങ്കിൽ ഇപ്രാവശ്യം മാവുകൾ നല്ല നിലയിൽ പൂത്ത് പിന്നെ ഇലയില്ലാത്ത തരത്തിൽ പൂത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ലൊരു മാമ്പഴക്കാലം ഉണ്ടാവുന്നില്ല പ്രതീക്ഷയാണെന്നില്ല. പഴയ കാലത്ത് നമ്മളെല്ലാം മാങ്ങയും ചക്കയും എല്ലാം തിന്നിട്ടാണ് നമ്മളെല്ലാം വളർന്നത്. പക്ഷെ ഇപ്പം അതൊന്നും പിന്നെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമില്ല. ഇപ്പോൾ ഒരു ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ വിശ്വശാന്തി ദിനവും പ്രജാപിത ബ്രഹ്മാവിന്റെ സ്മൃതി ദിവസവും ആചരിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ വെച്ച് വിശ്വദിനാഘോഷവും പ്രജാപിത ബ്രഹ്മാവിന്റെ 57ാമത് സ്മൃതി ദിനാചരണവും നടത്തി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ കെ.വി. ജ്യോതി, അഖിൽ തറമൽ, കെ.പി. മധു, ദിനൂപ് പി.കെ, ശ്രീജ എ.കെ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ബ്രഹ്മകുമാരി ശാന്ത സിസ്റ്റർ, ബ്രഹ്മകുമാരി അനസൂയ സിസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാരെ ആദരിച്ചു. ബ്രഹ്മകുമാർ വേണുഗോപാൽ, ബ്രഹ്മകുമാർ സോമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലക്ഷ്മി, പാർവതി എന്നിവരുടെ നൃത്തപരിപാടിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നഗരസഭാ കൗൺസിലർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നഗരസഭാ കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭ. കുഞ്ഞിമംഗലം പഞ്ചായത്തിന്റെ ഭൂമിയിലെ തണൽ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു കടത്തിയതായി പരാതി. കുഞ്ഞിമംഗലം പുളിയക്കോട് തീരദേശ റോഡരികിലെ 3 മരങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച സ്വകാര്യ വ്യക്തി മുറിച്ചു വിറ്റത്. സംഭവത്തിൽ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കടത്തിക്കൊണ്ടുപോയ മരത്തടികൾ തിരികെ എത്തിച്ചു. ഞായറാഴ്ച അവധി ദിനത്തിന്റെ മറവിലായിരുന്നു മരം മുറിച്ചു കടത്തിയത്. മരം മുറിച്ചു മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തളിപ്പറമ്പിന് സമീപത്തെ മരമില്ലിലേക്കാണ് തടികൾ കൊണ്ടുപോയതെന്ന് കണ്ടെത്തിയതോടെ സംഭവം വിവാദമായി. തുടർന്ന് മരമില്ലിൽ നിന്നും വാഹനത്തിൽ തടികൾ തിരികെ കൊണ്ടുവന്ന് മുറിച്ച സ്ഥലത്ത് തന്നെ തള്ളുകയുമായിരുന്നു. നമ്മുടെ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ താമരംകുളങ്ങര പ്രദേശത്തെ തീരദേശ റോഡിലെ 3 തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയത്. ജനങ്ങളുടെ ഒരു പരാതി നമുക്ക് കിട്ടിയിരുന്നു. അത് അന്വേഷിക്കുക എന്ന ദൗത്യമായിട്ടാണ് നമ്മൾ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടുന്ന് മുറിച്ചു മാറ്റിയ മരങ്ങൾ ഇവിടെ തിരിച്ച് ഇറക്കിയിരിക്കുകയാണ്. ഈ മരം മുറിച്ചിട്ട് കൊണ്ടുപോയിരിക്കുന്നത് തളിപ്പറമ്പ് മില്ലിലേക്കായിരുന്നു. ആ മില്ലിൽ നിന്നാണ് അവർ ഇവിടേക്ക് തിരിച്ച് ഇറക്കിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതിനും മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയതിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. സംഭവത്തിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. യുവശക്തി കാറമേൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള യുവശക്തി വോളി സീസൺ 3 ജനുവരി 22 മുതൽ 24 വരെ നടക്കും. കേരള സ്റ്റേറ്റ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി.കെ. സനോജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവശക്തി കാർമേൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള യുവശക്തി വോളി സീസൺ 3 2026 ജനുവരി 22, 23, 24 തീയതികളിലായി കാർമേൽ മുച്ചിലോട്ടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ജനുവരി 22 വൈകിട്ട് 6 മണിക്ക് കേരള സ്റ്റേറ്റ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി.കെ. സനോജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ബേബി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ടൂർണമെന്റിന്റെ 2ാം ദിവസമായ ജനുവരി 23 സംഘാടക സമിതി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം കേരള സ്റ്റേറ്റ് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നിർവഹിക്കും. ജനുവരി 24 ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളി ടീം ക്യാപ്റ്റനുമായ ടോം ജോസഫ്, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ടൂർണമെന്റിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനം കല്യാശ്ശേരി എം.എൽ.എ. എം. വിജിൻ നിർവഹിക്കും. റെഡ് സ്റ്റാർ ആലക്കാട്, ഭഗത് സിംഗ് അന്നൂർ, ഉദയ പരവന്തട്ട, ടൗൺ സ്ക്വയർ കണ്ണൂർ,
ഹോളി ഗ്രേസ് അക്കാദമി തൃശൂർ, ടീം റെഡ് കാർമൽ എന്നീ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. സ്പോർട്സ് ഡിവിഷൻ കണ്ണൂർ, ഭഗത് സിംഗ് അന്നൂർ എന്നീ ടീമുകളുടെ വനിതാ വോളി സൗഹൃദ മത്സരവും നടക്കും. ടൂർണമെന്റ് എല്ലാ ദിവസവും 7 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PV മനോജ്, KM പ്രസാദ്, TV സനൂപ്, E രാജീവൻ, മിഥുൻ A, KV സുധാകരൻ, E അനീഷ്, TV സനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിവൈഎഫ്ഐ മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരമേഖല വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് PP സിദിൻ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. അനൗൺസർ സനൽ ശിവയെ ചടങ്ങിൽ അനുമോദിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ KV നിതീഷ്, P ദാമോദരൻ മാസ്റ്റർ, MB ദാമോദരൻ, കലേഷ് VK, ദിവീഷ് TV, MV അരുൺ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.